എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ്. ഗ്രേവി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. മുട്ടക്കറിക്ക് ഈ ഗ്രേവി യൂസ് ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ കൂടെ ഇത് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് രാവിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. 2 വലിയ സവാള ചെറുതായി മുറിച്ചത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനുള്ള ഗ്രേവിയാണ് കിട്ടുന്നത്. അര ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 3 വിസിൽ വരുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അടിഭാഗം കുറച്ചൊന്ന് കളറ് മാറിയതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അങ്ങനെ മാറിയാലും കുഴപ്പമില്ല, കരിഞ്ഞു പോവാതിരുന്നാൽ മതി. കരിയാതെ അടിഭാഗം ചിലപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ടാവും സവാള ആയതുകൊണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊന്ന് വെക്കാം. 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടരുത്, തീ കുറച്ച് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഒരുപാട് മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കരുത്, അപ്പോഴും ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് വ്യത്യാസമാവും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പൊടികളുടെ പച്ച സ്മെല്ല് മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കൊടുത്ത് മസാലപ്പൊടികളുടെ റോസ്മെല്ലെല്ലാം പോയി ഗ്രേവി നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ആയാലും മതി. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ചെറിയൊരു മധുരം ഉള്ളത് നല്ലതാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചില മുട്ടക്കറികളുടെ കൂടെ കിട്ടുന്ന ഒരു ഗ്രേവിയുടെ ഒരു മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരം കിട്ടും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ടെങ്കിൽ അതും നന്നായി പോയിട്ടുണ്ടാവും. കുറച്ച് പച്ചക്കറിവേപ്പില ചേർക്കാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ നമുക്കിതൊരു മുട്ട റോസ്റ്റൊക്കെ ആയിട്ട് സെർവ് ചെയ്യാം. കുറച്ചൊരു ചാറൊക്കെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാ തരം ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയും ഇത് സൈഡായിട്ട് നമുക്ക് കഴിക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ സമയം കൊണ്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.